ഓ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഫാളോ ആക്ച്വലി ഇതൊരു എമുലേറ്റർ ഗെയിമിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. പക്ഷേ ഡസൻ മാറ്റർ, നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇല്ലേ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ജസ്റ്റ് എൻ അമേസിങ് സീരീസ് ആൻഡ് ടോപ്പ് നോട്ട് വിഷ്വൽ ക്വാളിറ്റി. ഓക്കെ, അത്രയും പറയാനുള്ളൂ. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് അമേരിക്കയിൽ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുന്നു. അതിനുശേഷം ഒരു 200 വർഷത്തിന് ശേഷം നടക്കുന്ന കഥയാണ് അവിടെ പറയണത്. അതിനുശേഷം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഹ്യൂമാനിറ്റിയിൽ തന്നെ ആൾക്കാരെ എങ്ങനെയൊക്കെ മാറി, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിലൊരു കമ്മ്യൂണിറ്റിയാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഈ ബ്രദർഹുഡ് എന്ന് വെച്ചാൽ ആക്ച്വലി US ആർമിയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ ആ ഒരു ന്യൂക്ലിയർ വാറിൻ്റെ ഇടയിൽ സർവൈവ് ചെയ്ത കുറച്ച് മനുഷ്യർ കൂടിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിലവർ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് റിസർച്ച് നടത്തും. അതുപോലെ തന്നെ ഓരോന്ന് നടത്തി ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് വല്ലൊരു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായി മറികടക്കാനായിട്ടുള്ള ഒരു റിസർച്ചാണ് അവർ നടക്കുന്നത്. പക്ഷെ അവർ ഈ ഒരു കാര്യം അവിടുത്തെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും അവർ പറഞ്ഞു കൊടുക്കില്ല. അതിന് കാരണം അവർ പറയുന്നത് ഹ്യൂമൻസിനൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നതിലും കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് പോയി കാണാം. പിന്നുള്ളതെന്ന് വെച്ചാൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തരം ആൾക്കാരായിട്ടാണ് നമുക്ക് തോന്നാം. ഇവർക്ക് ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ്റെ സമയത്ത് അതിൻ്റെ റേഡിയേഷൻ വഴി നോർമൽ ഹ്യൂമൻസിനും കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു ഇതുവരെയാണ്. ഈ ഒരു പ്രോസസ്സിന് ആക്ച്വലി ക്വാളിഫിക്കേഷൻ എന്തോന്നാണ് പറയുന്നത്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഈ റേഡിയേഷൻ ആയിട്ട് വരുന്ന എല്ലാവരും ഒന്നും ഇങ്ങനെ ആവില്ല. കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ ഗോൾസായി മാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സോംബിയോ അങ്ങനെ വല്ല ആവും. പക്ഷേ ഇതിൽ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിമൽസ് പോലും ചിലപ്പോൾ ഇങ്ങനെ ഗോൾഫായിട്ടൊക്കെ മാറി മ്യൂട്ടൻ്റായിട്ടൊക്കെ മാറുന്നുണ്ട്. ആൻഡ് ദ അതർ തിങ്, ഈ സീരീസിലെ ഏറ്റവും അടിപൊളി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഫാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദെൻ വാൾട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി ഈ ഒരു വാൾട്ട് എന്ന് വെച്ചാൽ വേറൊരു ലോകം പോലത്തെ ഒരു സ്ഥലമാണ്. ഇത് ആക്ച്വലി ആ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ ടൈമിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടുത്തെ റിച്ച് പീപ്പിൾ ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലമാണ്. അവിടെ കുറച്ചും കൂടി നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആൾക്കാരും എല്ലാവരും കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ സ്പോയിലറായിട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. മെയിനായിട്ട് ഇതിലെ സ്റ്റോറിയിൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ 3 ക്യാരക്ടേഴ്സിനാണ്. അതിൽ ആദ്യത്തെ ക്യാരക്ടറാണ് ലൂസി എന്ന് പറയുന്നത്. ലൂസി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വാൾട്ടിൽ ജനിച്ച് അവിടെ വളർന്ന ഒരു ക്യാരക്ടറാണ് ലൂസി. പെട്ടെന്ന് അവിടെ ഒരു ഔട്ട്സൈഡേഴ്സ് വന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു. അതിന് ശേഷം ലൂസി ആ ഒരു വാൾട്ട് വിട്ട് റിയൽ വേൾഡിലേക്ക് പോകുന്നു. ദെൻ അത്ര ക്യാരക്ടർ എന്ന് വെച്ചാൽ മാക്സിമസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. മാക്സിമസ് എന്ന് വെച്ചാൽ ഈ ബ്രദർഹുഡിലൊരു മെമ്പറാണ്. ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ നമുക്ക് മാക്സിമസിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അതെന്ന് വെച്ചാൽ ഇതിലൊരു ആർമറൊക്കെ ഉണ്ട്. ആ ആർമറൊക്കെ ആ ഒരു ഗെയിമിലെന്ന് വെച്ചാൽ ഒരു ഐക്കോണിക് സംഭവം കണ്ടാണ് ഈ ഒരു ആർമർ എന്ന് പറഞ്ഞത്. ആ ആർമറൊക്കെ ഇട്ട് മാക്സിമസ് ഫൈറ്റൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം മാക്സിമസിനോട് തോന്നും. പിന്നുള്ള അടുത്ത 3ാമത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഗോൾഫാണ്. സോ ഈ ഒരു ഗോൾഫിൻ്റെ സ്ക്രീൻ പ്രസൻസ് പറയാതിരിക്കാൻ വയ്യ, വേറെ മാറി. അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വാൾട്ടൺ ഗോഗിൻസാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി പുള്ളിനെക്കാട്ടി തന്നെയാണ് ഈ ഒരു സീരീസും തുടങ്ങുന്നത്. പുള്ളി ഈ ഒരു പടത്തിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമാണ്. കാരണം അത്രയും കിഡിലായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. സോ പുള്ളി നിറഞ്ഞാടിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജൊനാഥൻ നോളനാണ്. ഈ ഒരു സീരീസ് തുടങ്ങി കുറച്ചാകുമ്പോൾ തന്നെ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ട്. എൻ്റെ പൊന്നു, ആ ഒരു വിഷ്വൽ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സാധനം കുറച്ച് ഹെവിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ നിന്ന് പിന്നൊരു പോക്കാണ്. ഡയറക്ഷൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. മേക്കിംഗ് ആയാലും വിഷ്വൽ ക്വാളിറ്റി ആയാലും ചില സ്ഥലത്ത് കണ്ണ് കളിയുമ്പോൾ ഇരിക്കും. അത്രയും ലെവലായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്ഷൻ്റെ കാര്യമൊന്നും നോക്കിയേ വേണ്ട. സോ അത്രയും ഒരു മസ്റ്റ് വാച്ച് ഒരു സീരീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇയറിൽ ഇതുവരെ ഇറങ്ങിയല്ലോ. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞാൽ മൊത്തത്തിൽ സ്പോയിലറായി പോകും. സോ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കാണാം. നമ്മുടെ ചെറിയൊരു ചാനലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മടിക്കരുത്. ഓക്കെ, സോ ഇതിൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ലവ് യു.